നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷൻ ഓഫ് ടൈമും പിന്നെ കുറച്ച് ടൈം എക്സ്പ്രഷനുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് സെൻറ്റൻസുകളാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നത് നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ലെറ്റ്സ് മീറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ആക്കി എഴുതിയിരിക്കുകയാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ആക്കി എഴുതിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനത് ചേർത്ത് വായിക്കുകയാണ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്നിവ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസുമായിട്ട് ചേർത്ത് വായിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് മീറ്റ് ഇൻ ദ മോർണിംഗ്, രാവിലെ നമുക്ക് കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതേപോലെ തന്നെ ലെറ്റ്സ് മീറ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ, അതേപോലെ തന്നെ ലെറ്റ്സ് മീറ്റ് ഇൻ ദ ഈവനിങ്, അതേപോലെ തന്നെ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നൈറ്റ്. സോ അപ്പോൾ ഞാൻ 4 സെൻറ്റൻസുകൾ പറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണോ എന്നത് നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ. നിങ്ങളുടെ ആ ഇംഗ്ലീഷിൻ്റെ ആ പ്രാക്ടീസ് മീൻസ് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കി എന്തെങ്കിലും തെറ്റുണ്ടോ, ആ സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. എവിടെയെങ്കിലും എവിടെയെങ്കിലും കേട്ട ഓർമ്മ ഉള്ളതുപോലെ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കി. ഉണ്ട്, അതായത് തെറ്റുണ്ട്. അതായത് നൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തെറ്റ്. അതായത് ഇൻ ദ നൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല. അതിന് പകരം നമ്മൾ അറ്റ് നൈറ്റ് എന്നേ പറയാറുള്ളൂ. അതായത് ലെറ്റ്സ് മീറ്റ് അറ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയാറുള്ളൂ. സോ അതായത് നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇൻ ദ നൈറ്റ് എന്ന് നമ്മൾ സെൻറ്റൻസുകളിൽ പറയാറില്ല. അതായത് അറ്റ് നൈറ്റ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അതായത് നൈറ്റ് എന്ന് പറയുന്നൊരു എക്സെപ്ഷനാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദർ ഈസ് നോ റീസൺ, ഒരു കാരണവുമില്ല. അതങ്ങനെയാണ്. അതങ്ങനെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ അത് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. സോ ഇതെങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇത് ജസ്റ്റ് പ്രാക്ടീസിൽ കൂടി മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. അതായത് ലെറ്റ്സ് മീറ്റ് ഇൻ ദ മോർണിംഗ് എന്ന് നമുക്ക് പറയാം, ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയാം, ഇൻ ദ ഈവനിങ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇൻ ദ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലെറ്റ്സ് മീറ്റ് അറ്റ് നൈറ്റ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോയിൻറ്റ് ജസ്റ്റ് ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ അപ്പോൾ അത് നോട്ട് ചെയ്യുക. സോ ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് ഐ വാസ് ടയേർഡ് ദിസ് മോർണിംഗ്. അത് നിങ്ങൾ ജസ്റ്റ് ചേർത്ത് വായിച്ചാൽ മതി. നമുക്ക് നോക്കാം. ഐ വാസ് ടയേർഡ് ദിസ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലെ ടയേർഡായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ വാസ് ടയേർഡ് ദിസ് മോർണിംഗ്, ഐ വാസ് ടയേർഡ് ദിസ് ആഫ്റ്റർനൂൺ, ഐ വാസ് ടയേർഡ് ദിസ് ഈവനിങ്, ഐ വാസ് ടയേർഡ് ദിസ് നൈറ്റ്. ഇതിലെന്താണ് തെറ്റ് ശരി എന്ന് നിങ്ങൾ ജസ്റ്റ് പറയണം. ഞാനിപ്പോൾ 4 സെൻറ്റൻസ് പറഞ്ഞു. അതിലെന്താണ് തെറ്റ് ശരി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കി എന്താണ് തെറ്റ് എന്നാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതിൽ തെറ്റും നൈറ്റ് തന്നെയാണ് ഇവിടുത്തെ തെറ്റും. അതായത് ദിസ് നൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല. ദിസ് മോർണിംഗ് എന്നും ദിസ് ആഫ്റ്റർനൂൺ എന്നും ദിസ് ഈവനിങ്ങും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദിസ് നൈറ്റ് എന്ന് നമ്മൾ പറയാറില്ല. അതിന് പകരം നമ്മൾ ടു നൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഐ വാസ് ടയേർഡ് ടു നൈറ്റ് എന്ന് നമ്മൾ പറയാറുള്ളൂ. ദിസ് നൈറ്റ് എന്ന് പറയാറില്ല. അതും നൈറ്റ് അവിടെ എക്സെപ്ഷൻ ആയിരിക്കുകയാണ്. എന്താ റീസൺ എന്ന് വെച്ചാൽ നോ റീസൺ. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അറ്റ് നൈറ്റും ടു നൈറ്റും എന്ന് പറയുന്ന ആ 2 എക്സ്പ്രഷനുകൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതായത് ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ് നമുക്ക് പറയാം. ദിസ് നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ടു നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഹീ കാൾഡ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ വിളിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വേർഡുകൾ ചേർക്കാം. ഹീ കാൾഡ് യെസ്റ്റർഡേ മോർണിംഗ്, ഹീ കാൾഡ് യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ, ഹീ കാൾഡ് യെസ്റ്റർഡേ ഈവനിങ്, ഹീ കാൾഡ് യെസ്റ്റർഡേ നൈറ്റ്. സോ അപ്പോൾ ഞാൻ 4 സെൻറ്റൻസ് പറഞ്ഞു. അതിൽ എന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടോ നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. അതിൽ തെറ്റെന്താണ്? അതിൽ തെറ്റ് ഇവിടെയും നൈറ്റ് തന്നെയാണ്. അതായത് യെസ്റ്റർഡേ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ലാസ്റ്റ് നൈറ്റിന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് യെസ്റ്റർഡേ മോർണിംഗ് എന്നും യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ എന്നും യെസ്റ്റർഡേ ഈവനിങ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് നൈറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അത് കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അതിനെന്താ റീസൺ എന്ന് ചോദിച്ചാൽ
റീസൺ ഇല്ല, ഇത് ഇംഗ്ലീഷാണ്, ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. സോ അപ്പോൾ ഈ 3 എക്സ്പ്രഷനുകൾ അറ്റ് നൈറ്റ്, ടു നൈറ്റ്, ലാസ്റ്റ് നൈറ്റ് എന്നീ 3 എക്സ്പ്രഷനുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ യെസ്റ്റർഡേ നൈറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് നൈറ്റ് എന്നേ പറയാൻ പറ്റൂ. അതായത് ഹീ കാൾഡ് ലാസ്റ്റ് നൈറ്റിനെ നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, അതായത് മനസ്സിൽ ഉൾക്കൊണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ജസ്റ്റ് പ്രാക്ടീസിൽ കൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ ആ ഇംഗ്ലീഷുമായിട്ട് അങ്ങ് അറ്റാച്ച് ആവണം. എന്നാൽ മാത്രമേ ഈ എക്സ്പ്രഷനുകൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. ഇത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ നാവിൽ വരേണ്ട എക്സ്പ്രഷനുകളാണ്. സോ ഇത് പ്രാക്ടീസിൽ കൂടി മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇത് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുക, തീർച്ചയായിട്ടും പ്രാക്ടീസ് വെച്ചിരിക്കുക. നമുക്ക് വേണ്ട ഒറ്റ നിമിഷം നമുക്ക് പ്രാക്ടീസ് നോക്കാം, ഒരു പ്രാവശ്യം നോക്കാം. ജസ്റ്റ് ആദ്യത്തെ സെൻറ്റൻസ് പോലെ നോക്കാം. ഇൻ ദ മോർണിംഗ്, ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഇൻ ദ മോർണിംഗ് നമുക്ക് പറയാം, ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാം, ഇൻ ദ ഈവനിങ് എന്ന് പറയാം, ഇൻ ദ നൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അറ്റ് നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്. സോ ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദിസ് മോർണിംഗ്, ദിസ് ആഫ്റ്റർനൂൺ, ദിസ് ഈവനിങ്, ടു നൈറ്റ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. യെസ്റ്റർഡേ മോർണിംഗ്, യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ, യെസ്റ്റർഡേ ഈവനിങ്, ലാസ്റ്റ് നൈറ്റ്. സോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കത്തുള്ളൂ. സോ അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അവിടെ ഇതേപോലത്തെ കുറച്ച് സെൻറ്റൻസുകളാണ്. ജസ്റ്റ് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് നമുക്ക് നോക്കാം. അത് നമുക്ക് ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് ജസ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് നമുക്ക് നോക്കാം. സീ യു ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സീ യു ടുമോറോ മോർണിംഗ്, സീ യു ടുമോറോ ആഫ്റ്റർനൂൺ, നാളെ ഉച്ചയ്ക്ക് ശേഷം കാണാം. അതേപോലെ തന്നെ സീ യു ടുമോറോ ഈവനിങ്, വൈകുന്നേരം കാണാം. സീ യു ടുമോറോ നൈറ്റ്. സോ അപ്പോൾ ഇനി ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും ശരിയോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. സീ യു ടുമോറോ മോർണിംഗ്, സീ യു ടുമോറോ ആഫ്റ്റർനൂൺ, സീ യു ടുമോറോ ഈവനിങ്, സീ യു ടുമോറോ നൈറ്റ്. സോ അപ്പോൾ എന്താണ് അതിൽ ശരിയും തെറ്റും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ചോദിക്കേ. അവിടെ ഒരു തെറ്റുമില്ല, എല്ലാം കറക്റ്റാണ്. അതായത് നൈറ്റും കറക്റ്റാണ്, ഈവനിങ് കറക്റ്റാണ്, ആഫ്റ്റർനൂണും കറക്റ്റാണ്, മോർണിംഗും കറക്റ്റാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ടുമോറോ വന്നുകൊണ്ടാണ്. ടുമോറോയുടെ കൂടെ നമുക്ക് മോർണിംഗും ആഡ് ചെയ്യാം, ആഫ്റ്റർനൂണും ആഡ് ചെയ്യാം, ഈവനിങ്ങും ആഡ് ചെയ്യാം, നൈറ്റും ആഡ് ചെയ്യാം. പക്ഷേ യെസ്റ്റർഡേയുടെ കൂടെ നമുക്ക് നൈറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്തത്? ലാസ്റ്റ് നൈറ്റ് എന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത് നമ്മൾ ഫ്രൈഡേ പറഞ്ഞത്. യെസ്റ്റർഡേ നൈറ്റിന് പകരം ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ടുമോറോ നൈറ്റിന് നമുക്ക് നാളത്തെ കാര്യം, നാളത്തെ രാത്രി നമുക്ക് ടുമോറോ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടുമോറോ മോർണിംഗ് എന്ന് പറയാൻ പറ്റും, ടുമോറോ ആഫ്റ്റർനൂൺ എന്ന് പറയാൻ പറ്റും, ടുമോറോ ഈവനിങ് എന്ന് പറയാൻ പറ്റും, ടുമോറോ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്ത സെൻറ്റൻസ് ഒരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നിൻ്റെയും ഓണിൻ്റെയും ആറ്റിൻ്റെയും പ്രപ്പോസിഷൻസ് പഠിച്ചു. ജസ്റ്റ് അത് റിവൈസ് ചെയ്ത് നിങ്ങൾ ഓർത്ത് ജസ്റ്റ് പറയണം. എഴുതിയിരിക്കുകയാണ്. ഒന്നാം സെൻറ്റൻസ് നോക്കുക. അതായത് ഞാൻ ഇന്ന ആറ്റ് ഓണ് ജസ്റ്റ് മാറ്റി അതിനുശേഷം നമ്മുടെ സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജസ്റ്റ് യോജിപ്പിച്ച് വായിച്ചാൽ മതി. നോക്കാം. ഇൻ ട്യൂസ്ഡേ മോർണിംഗ് എന്ന് ഞാൻ പറയണോ, അറ്റ് ട്യൂസ്ഡേ മോർണിംഗ് എന്ന് ഞാൻ പറയണോ, ഓൺ ട്യൂസ്ഡേ മോർണിംഗ് എന്ന് പറയണോ? നിങ്ങൾ തന്നെ പറയണം. അത് ഏതാണ് പറയേണ്ടത്? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം. ഓൺ ട്യൂസ്ഡേ മോർണിംഗ് എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ ഓൺ എന്തെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡേറ്റിനെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടൈം എക്സ്പ്രഷൻ, അതായത് പ്രപ്പോസിഷൻ ഓഫ് ടൈമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതായത് ഇന്നും അറ്റ് ഓണും ഞാൻ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായത് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരുന്നു? കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള, അതായത് ലോങ് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. അറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴായിരുന്നു? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമിന്, അതായത് അറ്റ് 5 o'clock, അറ്റ് 12:30 എന്നിങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ദിവസത്തെ ഡേറ്റിനെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. സോ അപ്പോൾ ഓണാണ് ഇവിടെ വരുന്നത്. അതായത് ഓൺ ട്യൂസ്ഡേ മോർണിംഗ് എന്നും ഓൺ ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ എന്നും ഓൺ ട്യൂസ്ഡേ ഈവനിങ് എന്നും ട്യൂസ്ഡേ നൈറ്റ് എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. സോ അപ്പോൾ അത് ഓർത്ത് വയ്ച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അത് കുറച്ച് എക്സ്പ്രഷനാണ് നമ്മൾ പറയാറുള്ള കുറച്ച് എക്സ്പ്രഷനുകളാണ്. ജസ്റ്റ് നോക്കാം. ഒന്നാമത്തേത് ഗുഡ് മോർണിംഗ്.
ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. സോ അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റോ ശരിയോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തന്നെ പറയുക. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും തെറ്റോ ശരിയോ എന്തെങ്കിലും ഉണ്ടോ? യെസ്, നിങ്ങൾ തന്നെ പറയൂ. ഒരു തെറ്റോ ശരിയോ ഒന്നുമില്ല, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സാഹചര്യം അനുസരിച്ചാണ് അവിടെ തെറ്റും ശരിയും വരുന്നത്. അതായത് ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും നമ്മൾ എപ്പോഴാണ് പറയുന്നത്? നമ്മൾ ഒരാളെ കാണുമ്പോഴാണ് പറയുന്നത്. അതായത് ഹായ് അല്ലെങ്കിൽ ഹലോയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് ചെന്നാൽ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഹായ് എന്ന് പറഞ്ഞതിന് അവർ ഗുഡ് മോർണിംഗ് എന്ന് പറയും. കുറച്ചുകൂടെ ഫോമലായിട്ട് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതേപോലെ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ പറയും. ഹോട്ടലിലൊക്കെ ചെന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് റിസപ്ഷനിസ്റ്റിനോട് പറയും. അതേപോലെ ഗുഡ് ഈവനിംഗ് എന്ന് പറയാറുണ്ട്. വൈകുന്നേരം ചെന്നാൽ ഗുഡ് ഈവനിംഗ് എന്ന് പറയും. പക്ഷേ ഗുഡ് നൈറ്റ് നമ്മൾ ആരോടെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ പറയാറുണ്ടോ ഗുഡ് നൈറ്റ്? ആദ്യമായിട്ട് കാണുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഗുഡ് നൈറ്റ് പറയാറുണ്ടോ? ഇല്ല. ഗുഡ് നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നൈറ്റ് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഗുഡ് നൈറ്റ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോഴോ നമ്മൾ ഉറങ്ങുവാൻ പോകുമ്പോഴോ ആണ് നമ്മൾ ഗുഡ് നൈറ്റ് നമ്മൾ പറയുന്നത്. സോ അത് ഓർത്തിരിക്കുക. ഗുഡ് നൈറ്റ് നമ്മൾ പറയുന്നത് നൈറ്റ് ഏതെങ്കിലും സ്ഥലത്തു നിന്ന്, നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലത്തു നിന്നോ നൈറ്റ് രാത്രിയിൽ തിരിച്ച് പുറപ്പെടാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഗുഡ് നൈറ്റ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന തൊട്ട് മുമ്പ് നേരത്തെ നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളോടും, അല്ലെങ്കിൽ ഇൻ കേസ് ഫോണിൽ നമ്മുടെ ബെസ്റ്റ് സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ഗുഡ് നൈറ്റ് പറയാറുണ്ട്. സോ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഗുഡ് നൈറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ. അതായത് ഹായ്ക്കും ഹലോയ്ക്കും പകരമായിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും നമ്മൾ പറയുന്നത്. സോ അപ്പോൾ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ സെൻറ്റൻസുകളെല്ലാം തെറ്റും ശരിയുമായിട്ട് ഞാൻ തെറ്റ് എഴുതിയിട്ടുണ്ട്, ശരിയും എഴുതിയിട്ടുണ്ട്. അതിൽ തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും നിങ്ങൾ നോക്കിയിട്ട് പറയണം. സോ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് നോക്കാം. ഐ വിൽ സെൻഡ് ദ ഇമെയിൽ ദിസ് ആഫ്റ്റർനൂൺ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം മെയിൽ അയക്കാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണത്. അപ്പോൾ അതിൽ എന്താണ് ശരി തെറ്റെന്ന് നിങ്ങൾ പറയണം. ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും തെറ്റോ ശരി തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതിലൊരു തെറ്റുമില്ല. സെൻസ് കറക്റ്റാണ്. അതായത് ഐ വിൽ സെൻഡ് ദിസ് ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാം. ദിസ് ആഫ്റ്റർനൂൺ നമുക്ക് പറയാം. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ട് ദിസ് ആഫ്റ്റർനൂൺ, ദിസ് മോർണിംഗ്, ദിസ് ഈവനിങ് നമുക്ക് പറയുവാൻ സാധിക്കും. സോ അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റാണ്. സോ അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ആർ വി മീറ്റിംഗ് ഇൻ സൺഡേ. നമ്മൾ സൺഡേ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അതിലെന്താ തെറ്റ് ശരിയോ നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് സൺഡേയുടെ മുന്നിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആ പ്രിപ്പോസിഷനിലൊന്ന് നോക്കുക. അതിലെന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടോ? ഇൻ സൺഡേ എന്നാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റാണോ അല്ലയോ? തെറ്റാണത്. നമ്മൾ ഓൺ സൺഡേ എന്ന് പറയാറുള്ളൂ. ഒരു ദിവസത്തെയോ ഒരു ഡേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണാണ്, പ്രിപ്പോസിഷനായ ഓണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അത് നിങ്ങൾ നോക്കണം. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ദ കോൺസേർട്ട് ഈസ് ടുമോറോ നൈറ്റ്. കോൺസേർട്ട് എന്ന് വെച്ചാൽ മ്യൂസിക് ഇവൻറ്റ് നാളെ രാത്രിയിലാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ദ കൺസേർട്ട് ഈസ് ടുമോറോ നൈറ്റ്. കൺസേർട്ട് നാളെ രാത്രിയിലാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ജസ്റ്റ് നോക്കുക. നമ്മളിന്ന് പഠിച്ച ടോപ്പിക്ക് വെച്ച് നമ്മൾ പഠിച്ച ഏതാ ടുമോറോ നൈറ്റാണ്. അപ്പോൾ അത് കറക്റ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പറയണം. ടുമോറോ നൈറ്റ് എന്ന് നമുക്ക് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ടുമോറോ വരുമ്പോൾ നമുക്ക് നൈറ്റും മോർണിംഗും ഈവനിങ്ങും എല്ലാം ആഫ്റ്റർനൂണും എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റാണ്. സോ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഗുഡ് നൈറ്റ്, ഹൗ ആർ യു. അതിലെന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾ തന്നെ ഓർക്കണം. ഗുഡ് നൈറ്റ്, ഹൗ ആർ യു. ആ സെൻറ്റൻസേ തെറ്റാണ്. ഗുഡ് നൈറ്റ്, ഹൗ ആർ യു എന്ന് നമ്മൾ പറയാറില്ല. ഹൗ ആർ യു നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴാണ്, ജസ്റ്റ് മീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഹൗ ആർ യു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഗുഡ് നൈറ്റ്, ഹൗ ആർ യു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹൗ ആർ യു മാരിയിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയാം. നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ, പുറപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിടക്കാൻ നേരത്തുമാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറയാം. ഗുഡ് നൈറ്റ്, ഹൗ ആർ യു എന്ന് നമ്മൾ പറയത്തില്ല. സോ അപ്പോൾ അതിലെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഹൗ ആർ യു ആണ്. അങ്ങനെ ചേർത്ത് പറയുവാൻ പാടില്ല. സോ അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദ സ്നോ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ ദ നൈറ്റ്. ദ സ്നോ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ ദ നൈറ്റ്. അതിലെന്താണ് തെറ്റ്? ജസ്റ്റ് നോക്കുക. നമ്മളിന്ന് പഠിച്ച എന്താണ്? നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് ഇൻ ദ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ.
ഇൻ ദ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറ്റ് ദ നൈറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇൻ ദ നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറ്റ് നൈറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ദ സ്നോ ലുക്ക് ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ് എന്ന് വേണം നമ്മൾ പറയുവാനായിട്ട്. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അത് നോക്കണം, എന്തെങ്കിലും തെറ്റോ ശരിയോ ഉണ്ടോ എന്ന് പറയണം. മൈ എക്സാം ഈസ് ഇൻ മൺഡേ മോർണിംഗ്. മൈ എക്സാം ഈസ് ഇൻ മൺഡേ മോർണിംഗ്. പക്ഷെ നോക്കുക, ഞാൻ പ്രപ്പോസിഷനിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ മൺഡേയുടെ മുന്നിൽ ഇരിക്കുന്ന ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ? തെറ്റാണ് ആ സെൻറ്റൻസ്. അതായത് ഇനി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിപ്പോസിഷനായ ഓണേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഡേയ്ക്കും, അതായത് ഇന്ന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ലോങ് പീരീഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓണേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് മൈ എക്സാം ഈസ് ഓൺ ആണ് വരേണ്ടത്. ഇന്നൊരു സ്ഥാനത്ത് ഓൺ വരണം. മൈ എക്സാം ഈസ് ഓൺ മൺഡേ മോർണിംഗ് എന്ന് വേണം നമ്മൾ പറയാം. അതായത് എക്സാം മൺഡേ മോർണിംഗ് ആണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. മൈ എക്സാം ഈസ് ഓൺ മൺഡേ മോർണിംഗ് എന്ന് വേണം നമ്മൾ പറയുവാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദ പാഴ്സൽ അറൈവ്ഡ് യെസ്റ്റർഡേ നൈറ്റ്. ദ പാഴ്സൽ അറൈവ്ഡ് യെസ്റ്റർഡേ നൈറ്റ്. അതിലെന്താണ് മിസ്റ്റേക്ക്? ജസ്റ്റ് നിങ്ങൾ നോക്കുക. അതിലെ മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ യെസ്റ്റർഡേ നൈറ്റ് ആണ്. യെസ്റ്റർഡേ നൈറ്റ് ഇത് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. അതിന് പകരം നമ്മൾ എന്താ പഠിച്ചത്? ലാസ്റ്റ് നൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദ പാഴ്സൽ അറൈവ് ലാസ്റ്റ് നൈറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അപ്പം യെസ്റ്റർഡേ മോർണിംഗ് നമുക്ക് പറയാം, യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ നമുക്ക് പറയാം, യെസ്റ്റർഡേ ഈവനിങ് നമുക്കെന്ന് പറയാം. പക്ഷേ യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് നൈറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ടുമോറോയ്ക്ക് നമുക്ക് നൈറ്റ് ആഡ് ചെയ്യുകയും ചെയ്യാം. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇത് ജസ്റ്റ് നമുക്ക് പ്രാക്ടീസിൽ കൂടിയേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ സെൻറ്റൻസുകളെ കാണും, ജസ്റ്റ് നോക്കുക. നൈറ്റ് വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. സോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പിടികിട്ടും. സോ ഇത് നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവസാനം കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നത്. സോ പ്രാക്ടീസ് ചെയ്യുക. സെൻറ്റൻസുകൾ വരുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുമായിട്ട് അറ്റാച്ച് ആവും. സോ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.